ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് എൻ ജ്വല്ലറിയിലെത്തി. അവിടെ ചെന്നപ്പോൾ ആദർശ് സിംഗിൻ്റെ വേഷത്തിൽ ചെന്നതുകൊണ്ട് ആർക്കും മനസ്സിലായതുമില്ല. ഹലോ സാർ, വരൂ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ട്രീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറ് വരുമെന്ന് ഡേവിഡ് സാർ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഏതാണ്ട് 30 വർഷമായിട്ട് കേരളത്തിൽ വന്നും പോയി നിൽക്കുകയാണ്. അപ്പം മലയാളവും ഭാഷയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്നോട് ഡേവിഡ് സാർ പറഞ്ഞു. സാറിന് കുടിക്കാൻ ടീ ഓർ കോഫി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം ഒന്നും വേണ്ടാന്ന് ആദർശ് പറയാം. അപ്പോൾ ഡേവിഡ് സാർ വിളിച്ചായിരുന്നു ചോദിച്ചു. അപ്പോൾ സാറ് വന്നതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെക്കും എന്ന കാര്യം പറയുക. പിന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ആദർശ് അവിടെ ഇരിക്കുന്നു. അയാൾ വിളിച്ചു. അപ്പോൾ ജഗദീപ് സാർ വന്നിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹമായിട്ട് അകത്തേക്ക് ചെല്ലാൻ ഡേവിഡ് പറഞ്ഞു. അപ്പോൾ അയാൾ നമ്മുടെ ആദർശിനെയും കൂട്ടിക്കൊണ്ട് അയാളുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെ ചെന്നു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നമ്മുടെ ആദർശ് ചെല്ലുമായിരിക്കുന്നവനെ കാലുവാരി അലക്കാനുള്ള കലിയുണ്ട് ആദർശിന്. പക്ഷേ മിണ്ടാതെ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക. അപ്പോൾ സാർ ഇതാണ് ജഗദീപ് സാർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഹായ് ജഗദീപ് സിംഗ്, യെസ് എന്നൊക്കെ പറയണം. ടേക്ക് യുവർ സീറ്റ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് ഇരിക്കുക കേട്ടോ. ഭയങ്കര കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ താങ്കൾ എന്നെ വിളിച്ചപ്പോൾ മലയാളം നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് മറ്റേ ആളെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയം ചിലവഴിച്ചത് കേരളത്തിലാണെന്ന കാര്യം ആദർശ് പറയണം. ശരിക്കുള്ള സ്ഥലം പഞ്ചാബിലെ ജലന്ധറാണെന്നും പറഞ്ഞു. ഇതിനു മുൻപ് ഗോൾഡ് ബൾക്കായി എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നാണെന്ന് പറയുമ്പം പക്ഷേ അവിടെ മേക്കിംഗ് ചാർജ് കൂടുതലാണെന്നും പിന്നെ അവരങ്ങനെ കോംപ്രമൈസ് ചെയ്യാറുമില്ല ഈ ഒരു കാര്യത്തിൽ. അപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ഒരാളെ കാണാൻ ഇടയായത്. മേക്കിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് 916 സ്വർണം സെയിലാക്കുന്നത്? അല്ല, അത് പ്രോഫിറ്റബിൾ ആണോ? അപ്പോൾ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും എന്ന് ഇയാൾ ആദർശിനോട് പറയുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മേക്കിംഗ് ചാർജ് ഈടാക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പിന്നെ എന്തായാലും തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ കാരണം അതുപോലെയാണ് കോമ്പറ്റീഷൻ. പിന്നെ മൂർത്തിസ് ജ്വല്ലറിക്ക് 50 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നും അവർ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നും ഇയാൾ പറയാം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നും പക്ഷേ അവരുടെ ഷെയർ ഒക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞല്ലോ, സെയിൽസും ഒരുപാട് കുറവാണെന്നാണല്ലോ അറിഞ്ഞത്. അതൊക്കെ ഞങ്ങളുടെ വരവിന് ശേഷമാണ്. ഗൾഫ് മാർക്കറ്റ് ഏതാണ്ട് ഞങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞെന്നും ഇനി വിഷുവിനാണ് ശരിക്കുള്ള മത്സരം ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റു ജില്ലകളിലല്ല കേട്ടോ, ഈ തിരുവനന്തപുരത്ത്. അപ്പോൾ ആദർശ് ഇങ്ങനെ ഇരുന്ന് തലയാട്ടോ. ഇവിടെ ഞങ്ങൾ രണ്ടാമതൊരു ബ്രാഞ്ച് കൂടി തുറക്കാൻ പോവുകയാണെന്നും അത് വിഷുവിന് മുന്നേ തന്നെ ഓപ്പൺ ആകുമെന്നും പറഞ്ഞു. അപ്പോൾ വെരി ഗുഡ്, എന്തായാലും ഞങ്ങൾ ഈ ബിസിനസ്സിനായിട്ട് തന്നെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എൻ ജ്വല്ലറിയുടെ സ്വർണത്തെ പറ്റി മലയാളികൾ മത്തിപ്പോടെ സംസാരിക്കണം. മലയാളികൾ മാത്രം മതിയോ സാർ? നമ്മൾ നോർത്ത് ഇന്ത്യൻസും എൻ ജ്വല്ലറിയുടെ ഫാൻ ആവണ്ടേ എന്നൊക്കെ നമ്മുടെ ആദർശ് ചോദിച്ചു. ഇയാൾ ചിരിക്കുക. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 1000 കോടി രൂപയുടെ ബിസിനസ്സായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഡേവിഡ്. സ്വർണം മാത്രമല്ല, ഡയമണ്ട്സിൻ്റെ കളക്ഷൻസും എനിക്ക് കാണണം. അപ്പോൾ പുതിയ ഡിസൈനിലുള്ള ഓർണമെൻറ്റ്സും അതുപോലെ ഡയമണ്ട്സൊക്കെ ഉടനെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഡീൽ ഉറപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അല്ല സാറിന് ഈ സ്വർണ്ണമൊക്കെ ഗൾഫിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് സ്വർണത്തിൻ്റെ ഉറവിടത്തെ പറ്റിയൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് ഇയാൾ നമ്മുടെ ആദർശിനോട് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ സ്വർണം എവിടെ വിറ്റാലും ആ ദിവസത്തെ മാർക്കറ്റ് പ്രൈസ് കിട്ടിയിരിക്കും. അത്രയ്ക്ക് പ്യുവർ ആണെന്ന് പറയുമ്പം അത് കിട്ടുന്ന ലാഭം മുഴുവനും പരസ്യത്തിന് വേണ്ടി മുടക്കുകയല്ലേ എന്ന് ആദർശ് പറഞ്ഞു. കൂണ് പോലെ മുളയ്ക്കുന്ന ജ്വല്ലറികൾക്കിടയിൽ പരസ്യമില്ലാതെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണെന്നൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറിന് അറിയാം, മൂർത്തി ജ്വല്ലറിക്കാരുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ മോഡലാക്കി പോലും വെച്ചിരിക്കുന്നത്. നവ്യേ? അപ്പോൾ എനിക്കറിയാം. പിന്നെ അവർ വെച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടായിരുന്നു, നന്നായിട്ടുണ്ടെന്ന് ആദർശ് പറഞ്ഞപ്പം ഇയാൾ ചിരിക്കുന്നു. അല്ല സാറിന് പാർട്ട്നേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അന്നേരം തൽക്കാലം ആരുമില്ല, എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്ന് ഇയാൾ പറഞ്ഞു കേട്ടോ. അപ്പം ഗുഡ്. പിന്നെ ഞങ്ങളുടെ മോഡലിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, ചിലപ്പോൾ അവരും അവരുടെ ഹസ്ബൻഡും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അല്ല അവർ ഉടനെ വല്ലതും വരുമോ? അല്ല അറിയില്ല, വരുവാണെങ്കിൽ പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറയുമ്പം ഇങ്ങനെ നമ്മുടെ ആദർശ് ഇങ്ങനെ ഇരിക്കുക. ആദർശിന് ദേഷ്യം വരുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ കാണിക്കുന്ന പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് നവ്യയും അബിയൊക്കെ കൂടി ഇങ്ങോട്ട് വരും. അപ്പോൾ അബിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ. ഇത് കണ്ടപ്പോൾ നിനക്കെന്താണ് ആകെ ഒരു ടെൻഷൻ? ഏട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ നിനക്ക് ധൃതിയായോ എന്ന് നവ്യ അബിയോട് ചോദിക്കും. അയ്യോ അങ്ങനെയൊന്നുമില്ല നവ്യ, ഇടയ്ക്ക് എന്തിനാ നിൻ്റെ അമ്മായി നിന്നെ വിളിച്ചത്? അമ്മായി വിളിച്ചത് ഞാൻ എടുത്തില്ലല്ലോ, നീ എടുക്കണ്ട.
അവരെന്തെങ്കിലും ആവശ്യം പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അതൊക്കെ നടത്തിക്കൊടുക്കലല്ല നിന്റെ പണി, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അടിമപ്പണി നീ അവസാനിപ്പിച്ചോ അബി, അല്ലെങ്കിൽ അത് ശരിയാവില്ല. നിന്റെ അമ്മ അടുക്കളപ്പണിയൊക്കെ ചെയ്തോട്ടെ, വീടും നോക്കിക്കോട്ടെ, അതിനൊപ്പം നീ കൂടേണ്ട കാര്യമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്, മനസ്സിലായോ നിനക്ക്? എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് നവ്യ അപ്പോൾ പറയണു. ആ അവസ്ഥയൊക്കെ ഞാൻ നിനക്ക് മാറ്റി തരാമെന്ന് നവ്യ അബിയോട് നേരം പറയുക. സ്വന്തം കുഞ്ഞ് വീടിനകത്തുള്ളപ്പോഴാണ് വല്ലവൻ്റെയും കുഞ്ഞിനെ എടുത്തുകൊണ്ടും കൊഞ്ചിച്ചൊക്കെ നീ നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അവരുടെ അമ്മ ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിരിക്കുക, അവളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ ഏട്ടൻ പിന്നെ രക്ഷപ്പെടുമല്ലോ ഇല്ലേ എന്ന് ചോദിച്ചു. ദേ ദുഷ്ടനാ അയാൾ, പരമ ദുഷ്ടൻ. അതുകൊണ്ട് അയാൾക്ക് ഈ വിധിയൊക്കെ വന്നതെന്നൊക്കെ പറയാൻ നവ്യ. ഇപ്പം MD സ്ഥാനം തെറിച്ചില്ലേ, തറവാട്ടിൽ നിന്ന് അയാൾ പുറത്തും പോയില്ലേ, ആ സമയത്ത് പോലും അയാൾ സ്വാർത്ഥതയാണ് കാണിച്ചത്. സ്വന്തം കുഞ്ഞിനെ കൂടെ കൂട്ടിയില്ലല്ലോ. നീ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നൊന്നും സംസാരിക്കല്ലേ നവ്യ. സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നാലേ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും. അതിന് ഞാനാരെയാണ് പേടിക്കേണ്ടത്? അത് നീ മിക്കവാറും എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കും അല്ലേ? പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെടാ, അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാമല്ലോ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ നവ്യ ചോദിക്കുക. നിനക്ക് കുറച്ച് കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഒരിടത്ത് പോകാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അല്ല അതെങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, അത് അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞ് ഈ നവ്യ ഇങ്ങനെ പറയാം. വണ്ടി ഞാൻ പറയുന്ന വഴിക്ക് അങ്ങ് വിട്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയണു. ഒരുത്തൻ വീട് വിട്ട് പോയപ്പോഴേ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും ഓർക്കാതെയാ ഒരുത്തി പിന്നാലെ പോയത്. അഭിയൊന്നും മിണ്ടുന്നില്ല. അങ്ങനെയാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യമാർ, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. പരസ്പരം മനസ്സിലാക്കി അവർ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാലേ അവൾ അയാളുടെ പിന്നാലെ പോകേണ്ട കാര്യം എന്താ? അവൾക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അവിടെയും അവൾ കാണിച്ചത് ബുദ്ധിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ചന്ത് മോളെ കൃത്യമായിട്ട് നിന്റെ തറവാട്ടിൽ നിർത്തിയിട്ടാണ് അവൾ പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അച്ഛനും മോളും തമ്മിൽ കണക്ഷൻ ഇല്ലാണ്ടാകുമല്ലോ, അതാണ് അവൾ ഉദ്ദേശിച്ചത്. കൊള്ളാം എന്തായാലും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലും കേട്ടോ, അതും AN ജ്വല്ലറിയിലേക്ക്. ഈ നവ്യയും അഭിയും കൂടി അവിടെ ചെന്നു. അവിടുത്തെ മാനേജറെ കണ്ടു, ഹലോ പറഞ്ഞു, നമസ്കാരമൊക്കെ പറഞ്ഞു. ഭയങ്കര ഇത്. അത് പിന്നെ സാറ് ഡേവിഡ് സാർ എന്ന് പറഞ്ഞപ്പോൾ ഡേവിഡ് സാർ അകത്തൊരു ഡീല് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഡീല് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു കുതിപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ ഇവരോട് പറയാം. അഭിക്കൊക്കെ ഭയങ്കര സന്തോഷം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സാർ. ഇപ്പം കമ്പനിയുടെ മോഡൽ ഞാനാണെന്നും അതുകൊണ്ട് തന്നെ കമ്പനിക്ക് എത്രത്തോളം വളർച്ച ഉണ്ടാകുമെന്ന് അത് ഞങ്ങൾക്ക് കൂടി സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അല്ല ഹസ്ബൻഡിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അഭിനന്ദ്, അഭിയെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആകാൻ പോവുകയാണ് AN ജ്വല്ലറി. അവിടെ ജോലി കിട്ടുന്നത് ഭാഗ്യമാണെന്ന് തന്നെ കൂട്ടിക്കൊള്ളാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വിവാദമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും ആ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ എന്നൊക്കെ അഭി ഇങ്ങനെ പറയാം. പിന്നെ അവിടെ ചെറിയ അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ചതാണ് അവരെൻ്റെ മേൽ ചാർത്തിയ കുറ്റം എന്നൊക്കെ അഭി പറയണം. അതുകൊണ്ടിപ്പോൾ എന്തായി? ആ അഴിമതിയുടെ ഫലം അത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. മൂർത്തി ജ്വല്ലറി ഇപ്പോൾ താഴേക്ക് പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളിരുന്ന് തലയാട്ടോ. അഭി ഇവിടെ കയറുന്നത് കൊണ്ട് ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാനുള്ള സാധ്യതയ്ക്കുണ്ട് സാർ, എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് പറഞ്ഞപ്പം അത് കുഴപ്പമില്ല. ഡേവിഡ് സാറിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റിയാൽ അദ്ദേഹം പിന്നെ നിങ്ങളെ വിടത്തില്ല എന്ന് ഇയാൾ പറയണു. ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അഭിക്കും നവ്യയ്ക്കും. ഇപ്പം തന്നെ നവ്യ മോഡലായതിനു ശേഷം കമ്പനി വളരുകയാണ് ചെയ്തിട്ടുള്ളതെന്ന കാര്യം പറയുക. അയ്യോ, നവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. അത് നവ്യയുടെ മാത്രം എടുക്കൊന്നുമല്ല, എങ്കിലും നവ്യയ്ക്കും അതിൻ്റേതായ ഒരു പ്രത്യേക പരിഗണനയൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട് സാറെന്നോ നവ്യ. പിന്നെ വിജയത്തിന് കാരണമാകുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താനേ സാർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഗൾഫിലും ഇവിടെയൊക്കെ പെട്ടെന്നൊരു വളർച്ച നമുക്കുണ്ടായത് എന്നൊക്കെ ഇയാളിങ്ങനെ പറയുക. എന്നാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ, പഞ്ചാബി അകത്തോട്ട് പോയിട്ട് കുറച്ച് സമയമായതാണെന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു. ഇവർ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ അവിടെ ആദർശവും അയാളും കൂടെ സംസാരിക്കുക. അപ്പോൾ പത്തനാപുരത്തിനടുത്ത് പിടവൂർ എന്നുള്ളൊരു സ്ഥലത്താണ് താമസം, വീട്, തറവാടൊക്കെ അവിടെയുണ്ട്, ഒരു കെയർ ടേക്കറും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം. വല്ലപ്പോഴും അങ്ങോട്ടേക്ക് ഒന്ന് പോകുമെന്നൊക്കെ ഇയാൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇയാളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആദർശനോട് പറയുന്നു. അങ്ങനെ ഇയാളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആദർശ് ചൂണ്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ മുൻനിരയിൽ എത്താനാണ് നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഇനി വരുമ്പോൾ എനിക്ക് കളക്ഷൻസൊക്കെ ഒന്ന് കാണണം എന്ന് ആദർശ് പറഞ്ഞു. പ്രത്യേകിച്ചും ഡയമണ്ട്സ് കളക്ഷൻസ്, അതിനുശേഷം നമുക്ക് ഡീൽ ഉറപ്പിക്കാം എന്ന് പറയുമ്പം ഒക്കെ പറഞ്ഞു. ഏതാണ്ട് നോർത്ത് ഇന്ത്യ ഫുള്ള് ഞാനാണ് ഗോൾഡ് സപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യവും ആദർശ് പറഞ്ഞു. പല സ്റ്റേറ്റിലെയും പൾസ് അറിയാവുന്നത് കൊണ്ട് അത് സാറിനും
ഗുണം ചെയ്യുമെന്നൊക്കെ ആദർശ് പറയാം. അപ്പം ശരി എന്നാൽ നമുക്ക് വീണ്ടും കാണാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ട് യാത്ര പറഞ്ഞു പോണു. ഇയാളുമായിട്ട് കൈ കൊടുത്ത് ആദർശ് അങ്ങ് പോകുന്നു. പുറത്തിറങ്ങിയപ്പോൾ അനിയനും അനിയത്തെയും കൂടി ഇരുന്ന് ചിരിക്കുന്നത് കാണുക. ഇത് കണ്ടപ്പോഴത്തേക്കും ആദർശിന് ശരിക്കും ദേഷ്യം വന്നു. അപ്പോൾ അഭിയും നവ്യാണല്ലോ, ഇനി എന്നെ അവർ തിരിച്ചറിയോ എന്തോ എന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് ഹലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളെ വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അഭി നവ്യ ഇങ്ങനെ നോക്കുക. അവർക്ക് മനസ്സിലായൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സാർ? നല്ല മീറ്റിംഗ് ആയിരുന്നു, പിന്നെ ഇനി വീണ്ടും വരാൻ സാധിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അഭി ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. ആദർശ് അങ്ങ് പോയപ്പം പഞ്ചാബി ആയിട്ടുള്ള ഡീൽ ഏതാണ്ട് ഓക്കെ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അയ്യോ ഭയങ്കര സന്തോഷം, രണ്ടിനും പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ ചെല്ലുക കേട്ടോ. ഇന്ന് ഹസ്ബൻഡിനെയും കൂട്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ടേ ഡേവിഡ് സാറ് നിങ്ങളെ കാത്തിരിക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നവ്യനെ അഭി അകത്തേക്ക് പറഞ്ഞു വിട്ടു. ഡേവിഡ് അകത്തിരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ഹലോ, ഇതെന്താ നവ്യ, ഇത് കുടുംബമായിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു സാർ. ഇവിടെ അപ്പോയിൻമെൻറ്റ് പറഞ്ഞത് 12 മണിക്കായിരുന്നല്ലോ എന്ന് നവ്യ പറയുമ്പം ഇയാളാണോ അഭിനന്ദ് എന്നൊക്കെ ചോദിച്ചു. അയ്യോ അഭിയാണെങ്കിൽ ഭയങ്കര ഇത്. അതെ സാർ എന്ന് നവ്യ. അഭിയേട്ടൻ സാറുമായിട്ട് മുന്നേ സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ അന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ നിന്നൊരു കോള് വരുമായിരുന്നു സാറെന്ന് പറഞ്ഞു. അതെൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ, തന്നെ വിളിച്ചത് ഞാനല്ല എന്ന് ഇയാളിങ്ങനെ പറയണോ. അപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ MD ആണ് വിളിക്കുന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞു എന്നൊക്കെ പറയപ്പോൾ അഭി ഇങ്ങനെ ഇയാളെന്നിങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കാം. എന്നാലല്ലേ വിളിക്കുന്ന ആൾക്കൊരു പവർ ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ അഭി ഇയാളിങ്ങനെ നോക്കുക. പിന്നെ നവ്യ തന്നെ പറ്റി എല്ലാം പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനന്തപുര തറവാട്ടിലെ ഒരു അംഗമാണ് നവ്യ. അപ്പോൾ അതെൻ്റെ കുഴപ്പമുണ്ടല്ല സാർ ഞാൻ പുറത്താക്കപ്പെട്ടത്. അപ്പോൾ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു നവ്യ. പിന്നെ ഇപ്പം അങ്ങോട്ട് പോയ പഞ്ചാബി നിങ്ങൾ കണ്ടായിരുന്നോ? അയാൾ വലിയൊരു ഡീല് നടത്താനായിട്ട് വന്നതാണെന്നും ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടെന്നും ഇയാൾ പറയാട്ടോ. അപ്പോൾ അഭിക്ക് ഇരുന്ന സംശയം, കാരണം ഇയാൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചിട്ട്. കാരണം അതാരായിരിക്കും വിളിച്ചത്, ഇയാൾ പോലും അറിയാതെ ഇയാളുടെ വായിന്ന് സത്യം വീണും പോയി. അപ്പോൾ 1000 കോടിക്ക് മേലെയുള്ളൊരു ബിസിനസ്സാണ്. അത് മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെ AN ജ്വല്ലറിക്ക് വേര് പിടിക്കാനുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കയ്യിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും കണ്ണു തള്ളിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. നിങ്ങൾ വന്ന സമയം എന്തുകൊണ്ടും നന്നായി എന്നും ഇയാൾ പറയാം. ഇവിടെ ഞങ്ങൾ പുതുതായിട്ടൊരു ബ്രാഞ്ച് തുടങ്ങാൻ പോവുകയാണെന്നും അപ്പോൾ ഡയമണ്ട് കളക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ ഇവിടെ മൂർത്തി ജ്വല്ലറിക്ക് ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആറ്റിങ്ങലാണ് അവർക്കൊരു ബ്രാഞ്ച് ഉള്ളത്. പിന്നെ പക്ഷേ ഞങ്ങൾ 5 കിലോമീറ്ററിനുള്ളിൽ തന്നെ മറ്റൊരു ജ്വല്ലറി കൂടി ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന കാര്യമൊക്കെ ഇയാൾ പറയും ഇവരോട്. അതിൻ്റെ മേൽനോട്ടം അഭിക്കായിരിക്കും എന്നും പറഞ്ഞു. എനിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അഭി അന്തം വിട്ട് കണ്ണും തള്ളിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നവ്യയ്ക്കും അത്ഭുതം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സന്തോഷം രണ്ടുപേർക്കും. വലിയൊരു ലോട്ടറിയല്ലേ അടിച്ചിരിക്കുന്നേ. അന്ന് എൻ്റെ PS ഗൾഫിൽ വെച്ച് തന്നെ വിളിച്ചത് തൻ്റെ മൂർത്തി ജ്വല്ലറിയിൽ വെച്ചുണ്ടായ തിരിച്ചടികളൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് പറഞ്ഞ് ഇയാൾ എടുത്തിട്ട് ആ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ടിരിക്കുക അവിടെ കിടന്ന്. തൻ്റെ ചേട്ടൻ ആദർശ് ജയിലിൽ കിടക്കുന്നത് മറ്റാരേക്കാളും തന്നെ സന്തോഷിപ്പിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള കാര്യവും ഇയാൾ പറയുക കേട്ടോ. പിന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം അഭിയും ചെയ്തു തന്ന കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ആദർശ് പുറപ്പെട്ട സമയം, ആദർശിൻ്റെ നീക്കം എല്ലാം അഭിയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നൊക്കെ പറയുമ്പം നവ്യ ഇങ്ങനെ അഭി അന്തം വിട്ട് നോക്കുക. പിന്നെ അപ്പോഴേ ഭാര്യ ഭർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണെങ്കിലും ഇത് ഇയാളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ എന്നിങ്ങനെ പറയുവാണ് ഈ ഡേവിഡ്. എന്നിട്ട് നവ്യയോട് പുറത്തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നവ്യയെ പുറത്തിരുത്തി. നവ്യ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ഒരിക്കലും നവ്യ അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നതെന്ന് ഡേവിഡ് അഭിയോട് പറയുക. പിന്നെ നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള വഴക്കിനെ പറ്റിയൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പം അല്ല ഞങ്ങൾ തമ്മിൽ ഒന്നും പറയണ്ട. മൂർത്തി ജ്വല്ലറിയിൽ ആരൊക്കെ തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്, ആരൊക്കെ തമ്മിൽ പൊരുത്തമുണ്ട്, പിന്നെ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നും ഡേവിഡ് അഭിയോട് പറയുന്നു. അനന്തപുര തറവാട്ടിലൊരു റിബലാണ് അഭി. പിന്നെ അങ്ങനെയുള്ള തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുക സാർ. ആ നേരത്താണ് ഇങ്ങനെ ഒരു ഓഫർ വന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ല ഈ ജോലി തനിക്ക് തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ല എന്നൊക്കെ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് വിലക്കത്തില്ലേടോ. അപ്പോൾ ഉറപ്പായിട്ടും നല്ല വിലക്കുണ്ട് സാർ. അതിൻ്റെ കാരണമൊക്കെ എനിക്കറിയാം. ചന്തുമോൾ എന്നൊരു പെൺകുട്ടി അവിടെ ഉണ്ടല്ലേ.
അതുമായിട്ട് ബന്ധപ്പെട്ട് താൻ ആകെ പരുങ്ങലിലാണല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം അയ്യോ സാർ ഇതെല്ലാം സാർ എങ്ങനെയാ മനസ്സിലാക്കിയത് എന്നൊക്കെ അബി ഇയാളോട് ചോദിക്കുമ്പം മൂർത്തീസ് ജ്വല്ലറിക്ക് AN ജ്വല്ലറിക്ക് പോകണമെങ്കിൽ അതിന് ചെറിയ ബുദ്ധിയൊന്നും പോരടോ. ചെറിയ പണി പണിതാലും പോരാ, അടി മുതൽ മുടി വരെ അനന്തപുരി തറവാടിനി മൂർത്തി ജ്വല്ലറിയെയും കുറിച്ച് പഠിച്ച ഒരാൾക്ക് മാത്രമേ അവരെ തറ പറ്റിക്കാൻ പറ്റൂ എന്ന് ഡേവിഡ് ഇങ്ങനെ അബിയോട് പറയണം. പിന്നെ ബോംബെയിൽ ഞങ്ങൾ ജയിച്ചതും നേരായ മാർഗത്തിലൂടെ അല്ല, അല്പം ചതിയിലൂടെ ഒക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ അബി ഇങ്ങനെ നോക്കുക. അപ്പോൾ പുരാണങ്ങളിൽ പോലും കള്ളച്ചൂതും കരിഞ്ചന്തയൊക്കെ ഇല്ലായിരുന്നു. അങ്ങനെ തന്നെയാണ് പല രാജാക്കന്മാരും രാജ്യം പോലും വെട്ടിപ്പിടിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ തലമുറയിൽപ്പെടുന്ന നമുക്ക് ഇതൊക്കെ അയിത്തമായി കരുതേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ആ പോയ തൻ്റെ ഭാര്യയോടുള്ള തൻ്റെ മനോഭാവം പോലും കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ അബിയോട് പറയണു. അപ്പം സാറേ ഞാൻ ആകെ മുങ്ങിക്കൊണ്ടിരിക്കുക, പിന്നെ ഇനി എന്നെ വെച്ചൊരു പരീക്ഷണം നടത്തരുത് കേട്ടോ എന്ന് അഭി ഇങ്ങനെ പറഞ്ഞപ്പം ഞാനെന്തിനാടോ തന്നെ വെച്ച് പരീക്ഷിക്കുന്നത്, താനെന്തിനാടോ പേടിക്കുന്നത്, തന്നെ ഒരു ബ്രാഞ്ച് അങ്ങ് ഏൽപ്പിക്കാൻ പോവാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഞാൻ പറഞ്ഞതാ. പിന്നെ മൂർത്തി ജ്വല്ലറിയിലെ അനന്തമൂർത്തിയും കൊച്ചുമക്കളും തനിക്ക് അങ്ങനെ ഒരു ഓഫർ ഇതുവരെ തന്നിട്ടുണ്ടോടോ? നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ നീക്കുകയല്ലേടോ ചെയ്തതെന്ന കാര്യമൊക്കെ ഇയാളിങ്ങനെ ചോദിക്കുക. ഇപ്പം മൂർത്തി ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫ് പോലും അല്ല താൻ. അങ്ങനെയുള്ള തനിക്ക് ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ട് അബി ഇങ്ങനെ വണ്ടറടിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു ഇത് താൻ ആരോടും പറയരുതെന്ന് പറഞ്ഞു. ഇല്ല സാർ ഞാൻ ആരോടും പറയില്ല, എനിക്ക് എൻ്റെ ഫ്യൂച്ചർ തന്നെയാണ് വലുത് എന്നൊക്കെ അബി ഇങ്ങനെ ഇയാളോട് പറയുമ്പം എങ്കിൽ താൻ ഒരുങ്ങിയിരുന്നോ, എല്ലാ വിലക്കുകളും ലംഘിച്ച് ഞങ്ങൾക്കൊപ്പം ഇനി ചേരുന്നത് തൻ്റെ മിടുക്ക് പോലെ ഇരിക്കും എന്നും ഇയാളിങ്ങനെ അഭിയോട് പറയുക കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് തനിക്കുണ്ടാകണം എന്ന് മാത്രം. ശരി സാർ. അതോടൊപ്പം ഞാൻ എങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് കരുതി ഭാര്യയെ വിട്ടുകളയാനൊന്നും നോക്കരുത് കേട്ടോ എന്നും ഡേവിഡ് പറയുക. അവൾ ഈ കമ്പനിയുടെ മോഡലാണെന്നും അവളെയും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും ഇയാൾ പറയുമ്പം ശരി സാർ, അല്ല എപ്പോഴത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കുമ്പം അതൊക്കെ അറിയിച്ചോളാം, താൻ ധൈര്യമായിട്ടിരിക്കടോ എന്ന് പറഞ്ഞു. ശരി സാർ. അപ്പോൾ കൈയൊക്കെ കൊടുത്തു അബി അവിടെ നിന്ന് അങ്ങ് പോണു ഭയങ്കര സന്തോഷത്തോടെ. ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.